ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. ഞങ്ങൾ കഞ്ഞിപ്പാടം പോവുകയാണ് കേട്ടോ. കഞ്ഞിപ്പാടം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ആണ്. അവിടെ അത്യാവശ്യം നല്ല വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വന്ന അന്ന് മുതൽ പ്ലാൻ ഇടുന്നതാണ് കഞ്ഞിപ്പാടം പോകണം എന്ന്. ഇവിടുന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഇന്നേ വരെ പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫൈനലി ഇന്നാണ് ഗൈസ് ആ ദിവസം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കഞ്ഞിപ്പാടം ഇറങ്ങി അവിടുന്ന് ഏകദേശം ഒരു 2 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാൻ. ഗൈസ്, ഞങ്ങൾ പോയപ്പോൾ തന്നെ വെള്ളക്കെട്ടൊക്കെ ആയിരുന്നു ഫുള്ള്. കാരണം രാവിലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോഴും നല്ല മഴക്കാറുണ്ടായിരുന്നു. ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങൾ ഫേവർ ചെയ്തിട്ടുള്ള വെതർ തന്നെയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നിട്ട് കയാക്കിങ്ങിന് പോകാമെന്ന് പ്ലാൻ ഇട്ടു. അങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് ഫുൾ സെറ്റായി. ഞങ്ങൾ 2 പേരടങ്ങുന്ന 3 ടീമായിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞാനും അഫ്ലയും ആയിരുന്നു കേട്ടോ ഒരു കയാക്കിൽ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇടിച്ചും അതുപോലെ മത്സരം വെച്ചും നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ഫൺ മൊമെൻ്റ് എന്ന് പറയാൻ, ഞങ്ങളുടെ കയാക്കിന് ഓപ്പോസിറ്റ് ഒരു ഹൗസ് ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ചേട്ടൻ മോളെ ബാക്കിക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്കത് വിവസടിക്കാൻ അറിയില്ല. സത്യം പറഞ്ഞാൽ അപ്പോൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് ആലോചിക്കുമ്പോൾ നല്ല ചിരിയാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് തന്നെ പോയപ്പോൾ ചേട്ടൻ പറഞ്ഞൊക്കെ തന്നു, അങ്ങോട്ടേക്കാണ് മോളിൽ പോകേണ്ടത്, അങ്ങോട്ട് തിരിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ. ചേട്ടൻ ഹൗസ് ബോട്ടൊക്കെ നിർത്തി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ പമ്പയാറിൽ കൂടെ ഒഴുകി നടപ്പുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 6 പേരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ പെർ ഹെഡിന് 100 രൂപ വെച്ചിട്ടായിരുന്നു കേട്ടോ ആയിട്ടുണ്ടായിരുന്നത്. 30 മിനിറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സ്റ്റുഡൻസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 500 രൂപയ്ക്ക് തരാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് ടൈമൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും അഫ്ലിയൊക്കെ കയാക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം 1 അവർ അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. അവർ 45 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പോയി. പിന്നെ പോയാലും തിരിച്ച് റിട്ടേൺ വരണമല്ലോ. അപ്പോൾ എല്ലാം കഴിഞ്ഞൊക്കെ വന്നപ്പോൾ 1 അവർ ആയി. ആ ചേട്ടന് 1200 അല്ലെങ്കിൽ 800 രൂപയൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ 600-ൽ ഒപ്പിച്ചു. പക്ഷേ ആ റേറ്റിന് നല്ല വർത്തായിരുന്നു കേട്ടോ. കാരണം അത്രയും നേരം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ചായയൊക്കെ മേടിച്ചു. ചായയും അതുപോലെ ചൂട് ബ്രെഡ് ഓംലെറ്റ്, കേക്ക്, അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അവിടെ നല്ല ചില്ലടിച്ചിരുന്നു ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ നേരം ചെറുതായിട്ട് ഇരുട്ടി വന്നപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ അടിക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങി. ഗൈസ്, ബ്രിഡ്ജിൻ്റെ വണ്ടിയിൽ നോക്കിയാൽ നല്ല മുകളിൽ നിന്നുള്ള വ്യൂ കിട്ടും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാറ്റൊക്കെ കൊണ്ട് കാര്യമൊക്കെ പറഞ്ഞ് അവിടെ നിന്നു. അതിനുശേഷം ആകാശം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം മിക്സഡ് കളേഴ്സ് ആയിരുന്നു. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഓർമ്മകളിൽ സൂക്ഷിക്കാൻ പറ്റിയിട്ട് നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന്